വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുണ്ടല്ലേ. ഈ അടിപൊളി ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ് ഈ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ മിസ് ഇത് വന്നിട്ടുള്ളത് ഈ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള താരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പേര് ഡീകോഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് ലീനിയർ എന്ന് പറയുന്ന സാധനം? എന്താണ് ലീനിയർ? നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്താണ് ലീനിയർ എന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ് ലീനിയർ ഇക്വേഷൻ? നമ്മൾ ചുമ്മാ വെറുതെ ഒരു x+5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററും ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്രഷൻ. ശരിയല്ലേ? അപ്പൊ ഇത് ലീനിയർ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇത് ലീനിയർ ആണ്. എന്തുകൊണ്ട് ലീനിയർ ആണ്? കാരണം എക്സിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എന്ന് വിളിക്കാം? ലീനിയർ എന്ന് വിളിക്കാം. ഇസ് ഈക്വൽ ടു 0 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതെന്താണ്? ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. നേരെ മറിച്ച് ഞാൻ x² + 5x + 6 എന്ന് എഴുതി എന്ന് വിചാരിക്കുക. ഇത് ലീനിയർ ആണോ? അല്ല. കാരണം ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇത് ലീനിയർ അല്ല. എക്സിന്റെ ഏറ്റവും വലിയ പവർ 1 വന്നാലാണ് അതിനെ നമ്മൾ ലീനിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യം ഡീകോഡ് ചെയ്തു. എന്താണ് ലീനിയർ? ഓക്കെ, എന്താണ് ലീനിയർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇനീക്വാളിറ്റി. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 6ഉം 3ഉം രണ്ട് നമ്പർ ആണ്. ഈ 6ഉം 3ഉം ഈക്വൽ ആണോ? അല്ല, 6ഉം 3ഉം ഈക്വൽ അല്ല. പകരം നമുക്ക് പറയാം 6 ഈസ് ഗ്രേറ്റർ ദാൻ 3 അല്ലേ. 6 എന്ന് പറയുന്നത് 3നേക്കാളും വലുതാണ്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഈക്വൽ ടുവിന് പകരമായിട്ട് ഈക്വൽ അല്ലാത്ത സാധനങ്ങളെ, ചില ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനീക്വാളിറ്റി വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനീക്വാളിറ്റി വെച്ച് കണക്ട് ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെയാണ് ഇനീക്വാളിറ്റീസ്? ഗ്രേറ്റർ ദാൻ വരും, ലെസ് ദാൻ വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്തോ ആണെന്ന് വിചാരിക്കും. ആക്ച്വലി വേറെ ഒന്നുമല്ല, ഈ കാണിച്ചിരിക്കുന്നതാണ് ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനീക്വാളിറ്റീസ് ഉണ്ട്. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റീസ് ഉണ്ട്, സ്ലാക്ക് ഇനീക്വാളിറ്റീസ് ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇനീക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് അപ്പൊ എന്താണ് ലീനിയർ എന്ന് പറഞ്ഞു, എന്താണ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു. ഇനി ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഇനി നിങ്ങൾക്ക് ചോദ്യം വരെ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റിയിലുള്ള ഒരു എക്സ്പ്രഷൻ തരും. ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. എക്സ് എത്ര, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എവിടെ കിടക്കുന്നു എന്നുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അതായത് എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറയും. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം. ഒരു ഇതേപോലെ ഒരു എക്സ്പ്രഷൻ തരും, ഇനീക്വാളിറ്റിയുള്ള ഒരു എക്സ്പ്രഷൻ തരും. അതിൻ്റെ അകത്ത് സോൾവ് ചെയ്ത് എക്സിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറയും. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് അറിഞ്ഞിരിക്കണം. റൂൾസ് ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് റൂൾസ് എന്ന് പറഞ്ഞുതരാം. ലീനിയർ ഇനീക്വാളിറ്റീസിൽ കുറച്ച് റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3, 6 നമ്മൾ ആദ്യം എടുത്ത ആളെ തന്നെ എടുക്കുക. 3ഉം 6ഉം ഞാൻ എന്ത് ചെയ്യുവാണ്? 3 ലെസ് ദാൻ 6 ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ റൂൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇനി രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്യുന്നു? +1 ചെയ്യുന്നു. രണ്ട് സൈഡിലും ഞാൻ 1 ആഡ് ചെയ്യുന്നു. അപ്പൊ 3 + 1 എന്തായി? 4 ആയി. 6 + 1 എന്തായി? 7 ആയി. 7 ആയി അല്ലേ. 3 + 1 4 ആയി, 6 + 1 7 ആയി. എന്താണ്? 4 ലെസ് ദാൻ 7 അല്ലേ. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ശരിയല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡിൽ നിന്നും -2, രണ്ട് സൈഡിൽ നിന്നും 2 മൈനസ് ചെയ്യാണ്. രണ്ട് സൈഡിൽ നിന്നും 2 മൈനസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? 4 - 2 ചെയ്തു, 2 വന്നു. 7 - 2 ചെയ്തു, 5 വന്നു അല്ലേ. 4 - 2 വന്നു, 2. 7 - 2 ചെയ്തപ്പോൾ 5. ഇവിടെയും 2 ലെസ് ദാൻ 5 ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് സൈഡിലും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? 2 × 2 4 വന്നു, ലെസ് ദാൻ 5 × 2 10 വന്നു.
ഓക്കെ, കറക്റ്റ് ആണ്. 4<10 വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യടാ. ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ എനിക്ക് 2 വന്നു. 10 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ 5 വന്നു. ഇവിടെയും 2<5 ആണ്. സംശയമൊന്നുമില്ല. കറക്റ്റ് അല്ലേ? പക്ഷെ ഇനിയാണ് ചെറിയൊരു ട്വിസ്റ്റ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് 2<5 ഇതെടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. രണ്ട് സൈഡിലും ഞാൻ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. രണ്ട് സൈഡിലും ഞാൻ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 2 × -2 -4 ആണ്. നോക്കണേ, 2 × -2 -4 ആണ്. 5 × -2 -10 ആണ്. -4 ആണോ -10 ആണോ വലുത്? നമുക്കറിയാം -4 ആണ് വലുത്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇത്രയും നേരം ഇങ്ങോട്ട് ഇരുന്ന ഇനീക്വാളിറ്റി സൈൻ ഇപ്പൊ നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്താണ്? ഇനീക്വാളിറ്റീസിന്റെ രണ്ട് സൈഡിലും നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി സൈൻ നേരെ തിരിഞ്ഞു വരും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിക്കാൻ പാടില്ലാത്തതുമായ ഒരു കാര്യമാണിത്. നെഗറ്റീവ് നമ്പേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3<6 ആണ്. രണ്ട് സൈഡും ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വെറും 3 അല്ല, -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ -3 എന്ത് സംഭവിക്കും? ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 ഡിവൈഡഡ് ബൈ -3 എന്ന് പറഞ്ഞാൽ -1 വരും. 6 ഡിവൈഡഡ് ബൈ -3 എന്ന് പറയുമ്പോൾ -2 വരും. ഇതിൽ ആരാ വലുത്? -1 ആണ് വലുത്. ഇനീക്വാളിറ്റി സൈൻ തിരിഞ്ഞു വന്നു. അപ്പൊ ഇത്രയും ആലോചിച്ചാൽ മതി. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിൽ നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഇൻറ്റു ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴാണോ നിങ്ങൾ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നത്, അപ്പോൾ മുതൽ നിങ്ങളുടെ ഇനീക്വാളിറ്റി നേരെ തിരിഞ്ഞിരിക്കും. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റൂള് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യം ഉണ്ട് അല്ലേ, ആ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ 4x + 3 ആണ്, ഇവിടെ 5x + 7 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? എക്സുകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. 4x - 5x ഇനീക്വാളിറ്റി സൈൻ ഒരു വ്യത്യാസമില്ല. 3 അപ്പുറത്തേക്ക് പോകുന്നു. 7 - 3. 4x - 5x എന്താണ്? -x ആണ്. ലെസ് ദാൻ 7 - 3 എന്താണ്? 4 ആണ്. ഇവിടെ -x ലെസ് ദാൻ 4 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് സൈഡിലും -1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? -x ഡിവൈഡഡ് ബൈ -1 വെറും x. 4 ഡിവൈഡഡ് ബൈ -1 -4. മൈനസ് കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി സൈൻ നേരെ തിരിഞ്ഞു വരും. x > -4 എന്ന് ഉത്തരം വരും. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം, സൂപ്പർ ആക്കാം.